എല്ലാവർക്കും നമസ്കാരം. വെറും വാക്കുകൾ കൊണ്ട് ഒരു രൂപം നമ്മുടെ കൺമുന്നിൽ ഇങ്ങനെ തെളിഞ്ഞു വരുന്നത് ഒന്ന് ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ? മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് നാരായണീയത്തിന്റെ 2ാം ദശകത്തിൽ ചെയ്യുന്നത് അതാണ്. അപ്പോൾ നമുക്കൊരുമിച്ച് ഭഗവാൻ ഗുരുവായൂരപ്പന്റെ ആ ദിവ്യരൂപം വാക്കുകളിലൂടെ ഒന്ന് ദർശിക്കാം. അതെ, അതാണ് ചോദ്യം. സാധാരണ നമ്മൾ കണ്ണുകൊണ്ടാണ് കാണുന്നത്, അല്ലേ? പക്ഷേ ഭക്തിയുടെ ലോകത്ത് നമുക്ക് കാതുകൾ കൊണ്ടും കാണാൻ സാധിക്കും. നാരായണീയം അതിനൊരു മികച്ച ഉദാഹരണമാണ്. ഭഗവാന്റെ രൂപത്തെക്കുറിച്ചുള്ള ഈ വർണ്ണന കേൾക്കുമ്പോൾ ആ തേജോമയമായ രൂപം പതിയെ നമ്മുടെ മനസ്സിൽ തെളിഞ്ഞുവരും. ഭട്ടതിരിയുടെ വാക്കുകൾ നമുക്ക് വഴികാട്ടിയാകും. അപ്പോ നമുക്ക് ഭഗവാന്റെ മുഖകമലത്തിൽ നിന്ന് തന്നെ ധ്യാനം തുടങ്ങാം. ദശകം 2 ശ്ലോകം 1. സൂര്യസ്പർദ്ധി കിരീടമൂർധ്വതിലക പ്രോദ്ഭാസിഫാലാന്തരം കാരുണ്യാകുലനേത്രമാർദ്രഘസിതോല്ലാസം സുനാസാപുടം ഖണ്ഡോദ്യന്മകലാഭകുണ്ടലയുഗം കണ്ഠോജ്വലത് കൗസ്തുഭം ത്വദ്രൂപം വനമാല്യഹാരപടല ശ്രീവത്സദീപ്രം ഭജേ. ഈ ശ്ലോകത്തിലൂടെ ഭട്ടതിരി ഭഗവാന്റെ മുഖമാണ് ആദ്യം വർണ്ണിക്കുന്നത്. ഒന്ന് സങ്കൽപ്പിച്ചു നോക്കൂ. ആ കിരീടം വെറുമൊരു കിരീടമല്ല, അത് സൂര്യന്റെ പ്രഭയെപ്പോലും തോൽപ്പിക്കുന്നതാണ്. പിന്നെ ആ ശോഭയേറിയ നെറ്റിത്തടം, കാരുണ്യം തുളുമ്പുന്ന കണ്ണുകൾ, എല്ലാ ദുഃഖങ്ങളെയും അലിയിച്ചു കളയുന്ന ആർദ്രമായ ആ പുഞ്ചിരി, കഴുത്തിൽ തിളങ്ങുന്ന കൗസ്തുഭം, ലക്ഷ്മീദേവി വസിക്കുന്ന ശ്രീവത്സം, ഇങ്ങനെ ഓരോ വർണ്ണനയിലും എത്ര അർത്ഥങ്ങളാണ് ഒളിഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഭഗവാന്റെ മുഖസൗന്ദര്യം നമ്മളെ മനസ്സിൽ കണ്ടു. ഇനി ഭട്ടതിരി നമ്മളെ കൊണ്ടുപോകുന്നത് അവിടുത്തെ തൃക്കൈകളിലേക്കും ശരീരത്തിലേക്കുമാണ്. ദശകം 2 ശ്ലോകം 2. കേയൂരാംഗത കങ്കണോത്തമ മഹാരത്നാങ്കുലീയാങ്കിത ശ്രീമദ് ബാഹുചതുഷ്ക സംഗത ഗദാ ശങ്കാരി പങ്കേരുഹാം കാഞ്ചിത് കാഞ്ചന കാഞ്ചിലാഞ്ചിതലസത് പീതാംബരാലംബിനി മാലംബേ വിമലാംബുജദ്യുതിപദാം മൂർലിം തവാർത്ഥിച്ചിതം. ഭഗവാന്റെ 4 കൈകളിലും പിടിച്ചിരിക്കുന്ന ഓരോന്നിനും ഒരുപാട് അർത്ഥങ്ങളുണ്ട് കേട്ടോ. ശംഖ് എന്നത് ഓംകാരമാണ്, സൃഷ്ടിയാണ്. സുദർശന ചക്രം കാലത്തെയും സംഹാരത്തെയും കുറിക്കുന്നു. ഗദ ശക്തിയുടെയും ധർമ്മത്തിന്റെയും പ്രതീകമാണ്. താമരപ്പൂവാകട്ടെ സൗന്ദര്യത്തിന്റെയും. അരയിലെ ആ പൊന്നരഞ്ഞാണവും പീതാംബരവും, അവസാനം ഭക്തരുടെ എല്ലാ ദുഃഖങ്ങളെയും ഇല്ലാതാക്കുന്ന ആ താമരപാലങ്ങളും. പ്രപഞ്ചം മുഴുവൻ ആ രൂപത്തിൽ അടങ്ങിയിരിക്കുന്നു. ഇതുവരെ നമ്മൾ ഭഗവാന്റെ രൂപം കണ്ടു. പക്ഷേ ആ സൗന്ദര്യത്തെ എന്തിനോടാണ് ഉപമിക്കാൻ കഴിയുക? ഒന്നിനോടും കഴിയില്ലെന്നാണ് ഭട്ടതിരി പറയുന്നത്. കേട്ടോളൂ. ദശകം 2 ശ്ലോകം 3. യത് ത്രൈലോക്യമഹീയസോപി മഹിതം സമ്മോഹനം മോഹനാത് കാന്തം കാന്തിനിധാനതോപി മധുരം മാധുര്യധുര്യാദപി സൗന്ദര്യോത്രതോപി സുന്ദരതരം ത്വദ്രൂപമാശ്ചര്യതോപ്യാശ്ചര്യം ഭുവനേ നകസ്യ കുതുകം പുഷ്ണാതി വിഷ്ണോ വിഭോ. ഈ കാണുന്ന താരതമ്യമൊന്ന് നോക്കൂ. ഭട്ടതിരി പറയുന്നതിതാണ്, നമ്മൾ ലോകത്തിലെ ഏറ്റവും മഹത്തായ ഒന്നെടുക്കുന്നു. ഭഗവാന്റെ രൂപം അതിലും മഹത്തരമാണ്. ഏറ്റവും മധുരമായതിനേക്കാൾ മധുരമാണ്. ഏറ്റവും സുന്ദരമായതിനേക്കാൾ സുന്ദരമാണ്. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ലൗകികമായ അളവുകൾക്കെല്ലാം അപ്പുറത്താണ് ഭഗവാന്റെ സൗന്ദര്യം. ഇങ്ങനെയൊരു രൂപം കണ്ടാൽ ആർക്കാണ് അത്ഭുതം തോന്നാത്തതല്ലേ? ഇത്രയും മനോഹരമായൊരു രൂപം കണ്ടാൽ ആർക്കാണ് അവിടെയൊന്ന് പോകാൻ തോന്നുക? സാക്ഷാൽ ലക്ഷ്മീദേവിക്ക് പോലും കഴിഞ്ഞില്ല. അതാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത്. ദശകം 2 ശ്ലോകം 4. തത്താദൃങ് മധുരാത്മകം തവ വപുഹ സംപ്രാപ്യ സംഭന്മയീസ ദേവീ പരമോത്സുക ചിരതരം നാസ്തേ സ്വഭക്തേഷുപി തേനാസ്യാ ബദകഷ്ടമച്യുത വിഭോ ത്വദ്രൂപമാനോജ്ഞക പ്രേമസ്ഥൈര്യമയാത ചാബലവല ചാബല്യവാർത്തോദഭൂത്. ഇതൊരു രസകരമായ കാര്യമാണ് കേട്ടോ. നമ്മളെല്ലാവരും പറയാറില്ലേ, ലക്ഷ്മീദേവി ചഞ്ചലയാണ്, ഒരിടത്തും ഉറച്ചു നിൽക്കില്ല എന്ന്. അതിന്റെ യഥാർത്ഥ കാരണം എന്താണെന്നാണ് ഭട്ടതിരി ഇവിടെ പറയുന്നത്. ഐശ്വര്യത്തിന്റെ ദേവിയായ ലക്ഷ്മി പോലും ഭഗവാന്റെ സൗന്ദര്യത്തിൽ അങ്ങോട്ട് ലയിച്ചുപോയി. ആ രൂപം വിട്ടു പോകാൻ തോന്നാത്തതുകൊണ്ട് ദേവിക്ക് മറ്റൊരിടത്തും അധികനേരം നിൽക്കാൻ കഴിയുന്നില്ല. സ്വന്തം ഭക്തരുടെ അടുത്തുപോലും കഷ്ടം. അങ്ങനെയാണത്രേ ദേവിക്ക് ചഞ്ചല എന്ന പേര് വന്നത്. അപ്പോൾ ഭഗവാനോടുള്ള അചഞ്ചലമായ ഭക്തിയാണ് ലക്ഷ്മിയുടെ ഈ ചഞ്ചലതയ്ക്ക് കാരണം. അപ്പോൾ ലക്ഷ്മീദേവി നമ്മുടെയൊക്കെ അടുത്തുനിന്ന് പെട്ടെന്ന് പോകാൻ കാരണം ഭഗവാനോടുള്ള സ്നേഹം കൊണ്ടാണെങ്കിൽ ദേവിയെ എങ്ങനെ സ്ഥിരമായി ഒരിടത്ത് നിർത്താൻ പറ്റും? അതിനൊരു വഴിയുണ്ട്. അതാണ് അടുത്ത ശ്ലോകം. ദശകം 2 ശ്ലോകം 5. ലക്ഷ്മീ സ്ഥാവകരാമണീയഘ ഹൃദൈവേയം പരേഷ്വസ്ഥിരേത്യസ്മിൻ അന്യദപി പ്രമാണമിതാനീം വക്ഷ്യാമി ലക്ഷ്മിപദേ യേ ത്വധ്യാനഗുണാനുകീർത്തനരസാസക്താ ഹി ഭക്താജന തേഷ്വേഷ വസതി സ്ഥിരൈവ ദൈതപ്രസ്താവദത്താദര. വളരെ ലളിതമാണ്. ലക്ഷ്മീദേവിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്താണ്? തന്റെ പ്രിയതമനായ ഭഗവാന്റെ ഗുണഗണങ്ങൾ കേൾക്കുക എന്നത് തന്നെ. അപ്പോൾ എവിടെയാണോ ഭഗവാന്റെ നാമം ജപിക്കുന്നത്, എവിടെയാണോ ഭഗവാന്റെ കഥകൾ പറയുന്നത്,
അവിടെയെല്ലാം ലക്ഷ്മീദേവി സന്തോഷത്തോടെ സ്ഥിരമായി വസിക്കും. കാരണം അവിടെ തന്റെ പ്രിയതമന്റെ സാന്നിധ്യം ദേവിക്ക് അനുഭവിക്കാൻ കഴിയും. എത്ര മനോഹരമായൊരു ആശയമാണെന്ന് നോക്കൂ. അപ്പോൾ ഈ 5 ശ്ലോകങ്ങളിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം ഇതാണ്: നാരായണീയത്തിൽ വർണ്ണിച്ചിരിക്കുന്ന ഭഗവാന്റെ ഈ ദിവ്യരൂപത്തെ മനസ്സിൽ ധ്യാനിക്കുന്നത് ഭക്തിയുടെ ഏറ്റവും ലളിതവും മനോഹരവുമായ ഒരു മാർഗമാണ്. ഈ ധ്യാനം നമ്മുടെ മനസ്സിൽ ഭക്തി നിറയ്ക്കുക മാത്രമല്ല, ഭഗവാനുള്ളിടത്ത് ലക്ഷ്മിയുമുണ്ടാകും എന്ന തത്വത്തിലൂടെ നമുക്ക് ഐശ്വര്യവും പ്രദാനം ചെയ്യുന്നു. ഈ വിവരണം നിങ്ങൾക്കെല്ലാവർക്കും പ്രയോജനപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇനി ഞങ്ങളെക്കുറിച്ച് 2 വാക്ക്. ഞാൻ കോഷ് ഒരു ബഹുഭാഷാ ചാനലാണ്. ഞങ്ങൾ ഇംഗ്ലീഷ്, ഹിന്ദി, മറാത്തി, തമിഴ്, ഗുജറാത്തി, മലയാളം, ബംഗാളി തുടങ്ങിയ ഭാഷകളിൽ ആത്മീയജ്ഞാനം പങ്കുവയ്ക്കുന്നുണ്ട്. വൈകാതെ തന്നെ കൂടുതൽ ഭാഷകളും ഞങ്ങൾ ഉൾപ്പെടുത്തുന്നതായിരിക്കും. സനാതനധർമ്മത്തിലെ അമൂല്യമായ അറിവുകൾ വളരെ ലളിതമായും വ്യക്തമായും നിങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഞങ്ങളുടെ ചാനലിൽ ശ്രീമദ് ഭാഗവതം, ഭഗവത്ഗീത, മഹാഭാരതം, ലളിതാ സഹസ്രനാമം, ദൈവത്തിന്റെ കുരൽ, മഹാരാഷ്ട്രയിലെയും ബംഗാളിലെയും മഹത്തുക്കളുടെ ജീവിതകഥകൾ, ആദിശങ്കരന്റെ ദിവ്യാവതാര കഥ എന്നിങ്ങനെ ഒരുപാട് വിഷയങ്ങളിൽ ദിവസവും വീഡിയോകൾ വരുന്നുണ്ട്. ഇതെല്ലാം ഒന്നിലധികം ഭാഷകളിൽ ലഭ്യമാണ്. ഞങ്ങളുടെ ഈ എളിയ ശ്രമം നിങ്ങൾക്ക് വിലപ്പെട്ടതാണെന്ന് തോന്നുന്നുവെങ്കിൽ ദയവായി ഞാൻ കോഷ് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളുടെ എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കും. ഈ അറിവ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ കുടുംബാംഗങ്ങളിലേക്കും സുഹൃത്തുക്കളിലേക്കും ഇത് എത്തിക്കുക. നമുക്കെല്ലാവർക്കും ഒരുമിച്ച് സനാതനധർമ്മത്തിന്റെ വെളിച്ചം കൂടുതൽ ശോഭയോടെ നിലനിർത്താം.